Hello my dear students, welcome to Sarida's vlog. നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തിരുന്നത് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസിനെ കുറിച്ചായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലായി നമ്മൾ ഡിഫറെന്റ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസിനെ കുറിച്ച് പഠിച്ചു. ഇന്ന് നമ്മൾ ഓസ്മോട്ടിക് പ്രഷർ എന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയെ കുറിച്ച് പഠിക്കാനാണ് പോകുന്നത്. കഴിഞ്ഞ ദിവസം ഓസ്മോസിസ് എന്ന ടോപ്പിക്കിനെ കുറിച്ച് ഞാൻ വിശദമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഓസ്മോസിസ് എന്ന ഫിനോമിനൻ അറിഞ്ഞെങ്കിൽ മാത്രമേ ഓസ്മോട്ടിക് പ്രഷർ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ അതിന്റെ ഒരു വീഡിയോ ആദ്യം ചെയ്തത്. എല്ലാവർക്കും ഓസ്മോസിസ് എന്ന കൺസെപ്റ്റ് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് നേരെ എന്താണ് ഓസ്മോട്ടിക് പ്രഷർ എന്ന് നോക്കാം. അധികം വൈകണ്ട. അപ്പോ ഞാൻ എന്നും പറയുന്ന പോലെ എന്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, സോ ലെറ്റ് us start our discussion. അപ്പോൾ ഓസ്മോട്ടിക് പ്രഷറിനെ കുറിച്ച് അറിയാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു ഫിഗർ വരച്ചിട്ടുണ്ട്. ഈ ഫിഗറിൽ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ഗ്ലാസ് വെസൽ which has been divided into two compartments by means of a semi-permeable membrane. So in the last class I have already discussed about what a semi-permeable membrane is. A semi-permeable membrane is a special type of membrane which allows only the passage of solvent molecules. It won't allow the flow of solute particles. Why? Because of its bigger size. Okay, so always keep that in your mind. That means a semi-permeable membrane will allow only the solvent molecules to pass through that. അതായത് ഒരു സെമി പെർമേബിൾ മെംബ്രെയിനിൽ ചെറിയ ചെറിയ സുഷിരങ്ങളുണ്ട്. ആ സുഷിരങ്ങളിലൂടെ കടന്നു പോകാൻ തക്ക വലുപ്പത്തിലുള്ള പാർട്ടിക്കിൾസിനെ മാത്രമേ ഇതിലൂടെ കടത്തിവിടുള്ളൂ. സൊല്യൂട്ട് പാർട്ടിക്കിൾസിന്റെ സൈസ് വളരെ വലുതായതുകൊണ്ട് ഈ സെമി പെർമേബിൾ മെംബ്രെയിൻ ബ്ലോക്ക് ചെയ്യും ഈ സൊല്യൂട്ട് പാർട്ടിക്കിൾസിനെ. എന്നാൽ സോൾവെന്റ് പാർട്ടിക്കിൾസിന്റെ സൈസ് ചെറുതായതുകൊണ്ട് അതിനെ ഈ സുഷിരങ്ങളിലൂടെ പോകാനായിട്ട് അനുവദിക്കും. ഇനി ഈ ഒരു ഗ്ലാസ് വെസലിന്റെ ഫസ്റ്റ് കമ്പാർട്ട്മെന്റിൽ ഒരു നാരോ ഗ്ലാസ് ട്യൂബ് ഉണ്ട്. ഇതിലൂടെയാണ് ഈ സോൾവെന്റ് എടുത്തിട്ടുള്ളത്. അതായത് ഈ രണ്ട് കമ്പാർട്ട്മെന്റില് ഒരു കമ്പാർട്ട്മെന്റിൽ സോൾവെന്റ് നിറച്ചിട്ടുണ്ട്, മറ്റൊരു കമ്പാർട്ട്മെന്റിൽ സൊല്യൂഷൻ നിറച്ചിട്ടുണ്ട്. അപ്പൊ സൊല്യൂഷൻ നിറയ്ക്കുന്നത് ഈ ഒരു വൈഡർ ട്യൂബിലൂടെയാണ്. ഇവിടെ ഒരു നാരോ ട്യൂബ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിലൂടെ സോൾവെന്റും വരും, ഈ ഒരു സൈഡിലൂടെ സൊല്യൂഷനും കടത്തിവിടും. ഓക്കെ, ഇനി ഓസ്മോസിസ് എന്ന് പറഞ്ഞാൽ എന്താ? ഓസ്മോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഫ്ലോ ഓഫ് സോൾവെന്റ് മോളിക്യൂൾസ് ഫ്രം ദി പ്യുവർ സോൾവെന്റ് ടു ദി സൊല്യൂഷൻ, ഓർ the flow of solvent molecules from the dilute solution to the concentrated solution. Allengilo, it is the flow of solvent molecules from its higher concentration to its lower concentration. അങ്ങനെ ഓസ്മോസിസിനെ നമുക്ക് പല രീതിയിൽ ഡിഫൈൻ ചെയ്യാം. ഇതെല്ലാം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നതാണ്. ഓക്കെ, അപ്പോ ഈ ഒരു കേസില് നമ്മൾ ഈ രണ്ട് ചേംബറിൽ ഒരു കമ്പാർട്ട്മെന്റിൽ അല്ലെങ്കിൽ ഒരു ചേംബറിൽ നമ്മൾ സോൾവെന്റും മറ്റൊരു ചേംബറിൽ സൊല്യൂഷനും എടുക്കുമ്പോൾ ഇവരുടെ കോൺസെൻട്രേഷൻ വൈസ് നോക്കുകയാണെങ്കിൽ നല്ല ഡിഫറൻസ് ഉണ്ട് അല്ലെ? ഇത് സൊല്യൂഷൻ ആകുമ്പോ ഇതിൽ സൊല്യൂട്ടും ഉണ്ട്, സോൾവെന്റും ഉണ്ട്. ദാറ്റ് മീൻസ് ഇൻ ദിസ് കമ്പാർട്ട്മെന്റ് ദ കോൺസെൻട്രേഷൻ ഈസ് ഹയർ വെൻ വി കമ്പയർ ടു ദിസ്. ഇവിടെ സോൾവെന്റ് മോളിക്യൂൾസ് മാത്രമേ ഉള്ളൂ. അപ്പൊ കോൺസെൻട്രേഷൻ നമ്മൾ എപ്പോഴും പറയുന്നത് സൊല്യൂട്ട് പാർട്ടിക്കിൾസിനെ ബേസ് ചെയ്തിട്ടാണ്. എപ്പോഴും അത് ഓർക്കണം കേട്ടോ. അപ്പൊ സൊല്യൂട്ട് പാർട്ടിക്കിൾസ് എവിടെയാണോ കൂടുതൽ അവിടെ കോൺസെൻട്രേഷൻ കൂടുതലാണെന്ന് നമ്മൾ പറയും. അപ്പൊ ഈ കേസിൽ കോൺസെൻട്രേഷൻ കൂടുതൽ എവിടെയാണ്, അതുകൊണ്ട് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട് ഇതൊരു കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ ആണ്. പിന്നെ ഇവിടെ പ്യുവർ സോൾവെന്റ് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ ഇവിടെ കോൺസെൻട്രേഷൻ വളരെ കുറവാണ്. അങ്ങനെയാകുമ്പോൾ ഓസ്മോസിസ് എന്ന ഫിനോമിനൻ ഇവിടെ എവിടെ നിന്ന് എവിടേക്ക് നടക്കും? ഇവിടെ രണ്ട് കമ്പാർട്ട്മെന്റ് ഉണ്ട്. സൊല്യൂഷനിൽ നിന്ന് സോൾവെന്റിലേക്ക് പോകുമോ അല്ലെങ്കിൽ സോൾവെന്റിൽ നിന്ന് സൊല്യൂഷനിലേക്കാണോ ഓസ്മോസിസ് നടക്കുന്നത്? അപ്പോ ഓസ്മോസിസ് എന്താണെന്ന് അറിയണ്ടേ? ഓസ്മോസിസ് എന്താണ്? ഇറ്റ് ഈസ് ദ ഫ്ലോ ഓഫ് സോൾവെന്റ് മോളിക്യൂൾസ് ഫ്രം ദ പ്യുവർ സോൾവെന്റ് ടു ദി സൊല്യൂഷൻ. ഓക്കെ, ദാറ്റ് മീൻസ് in this case flow of solvent molecules will take place in this direction. The net flow of the solvent molecules will take place until it attains an equilibrium. അപ്പൊ ഈക്വിലിബ്രിയം എത്തുന്നത് വരെ ഈ ഒരു ഫ്ലോ ഈ ഒരു സോൾവെന്റ് സൈഡിൽ നിന്ന് സൊല്യൂഷൻ സൈഡിലേക്ക് പോകും. ഇതാണ് ഓസ്മോസിസ് എന്ന് പറയുന്നത്. ഇനിയാണ് നമ്മൾ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ആയ ഓസ്മോട്ടിക് പ്രഷറിനെ കുറിച്ച് പഠിക്കാൻ പോകുന്നത്.
നമ്മൾക്ക് എപ്പോ വേണമെങ്കിലും ഈ സോൾവെന്റ് ഇവിടെ നിന്ന് മൂവ് ചെയ്യുന്നത് തടഞ്ഞു നിർത്താം. We can prevent the flow of solvent molecules coming from the solvent side to the solution side or coming from the dilute solution to the concentrated solution. നമുക്ക് എപ്പോ വേണമെങ്കിലും തടഞ്ഞു നിർത്താം. എങ്ങനെ? By applying some pressure on the solution side. സൊല്യൂഷൻ സൈഡില് നമ്മൾ കുറച്ച് പ്രഷർ അപ്ലൈ ചെയ്താൽ വി ക്യാൻ പ്രിവെന്റ് ദ ഫ്ലോ ഓഫ് സോൾവെന്റ് മോളിക്യൂൾസ് ഫ്രം ദിസ് പ്യുവർ സോൾവെന്റ് ടു ദ സൊല്യൂഷൻ. അതായത് ഇവിടെ നമ്മൾ ഒരു ഹൈ പ്രഷർ അപ്ലൈ ചെയ്യാണ്. ആൻഡ് ദാറ്റ് പ്രഷർ ദാറ്റ് ഹാസ് ബീൻ അപ്ലൈഡ് ഓൺ ദിസ് സൊല്യൂഷൻ സൈഡ് ടു പ്രിവെന്റ് ഓസ്മോസിസ്. ടു പ്രിവെന്റ് ഓസ്മോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു പ്രിവെന്റ് ദ ഫ്ലോ ഓഫ് സോൾവെന്റ് മോളിക്യൂൾസ് from the pure solvent side to the solution side or from the dilute solution to the concentrated solution, and that pressure is known as the osmotic pressure. Okay, അതായത് ഇവിടെ രണ്ട് സൊല്യൂഷൻസ് ഉണ്ടെന്ന് പറഞ്ഞു. ഇവിടെ ഓൾറെഡി ഓരോ സൊല്യൂഷനും അതിന്റെ ബേസ് ചെയ്തിട്ടുള്ള അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഉണ്ടാവും. ദാറ്റ് ഈസ് പി അറ്റ്മോസ്ഫിയർ എന്ന് എഴുതിയിട്ടുള്ളത് അതിന്റെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആണ്. ഇതിനോടൊപ്പം ഈ സൊല്യൂഷൻ സൈഡില് ദിസ് ഇസ് ദ സൊല്യൂഷൻ സൈഡ്. ഓക്കെ, ഈ സൊല്യൂഷൻ സൈഡില് ഒരു പിസ്റ്റൺ ഉപയോഗിച്ച് നമ്മൾ ഒരു എക്സ്ട്രാ പ്രഷർ അപ്ലൈ ചെയ്യാണ്. ആൻഡ് ദാറ്റ് എക്സ്ട്രാ പ്രഷർ ഹിയർ ഇസ് ദ പൈ ആൻഡ് ദിസ് ഇസ് ദ ഓസ്മോട്ടിക് പ്രഷർ. ആൻഡ് ഹൗ കാൻ വി ഡിഫൈൻ ഓസ്മോട്ടിക് പ്രഷർ? ഓസ്മോട്ടിക് പ്രഷർ പൈ ഈസ് ഡിഫൈൻഡ് ആസ് the external pressure that must be applied on the solution side to prevent the flow of solvent molecules from pure solvent to the solution through a semi-permeable membrane. അല്ലേ, നിങ്ങൾക്ക് ഈ ഒരു ഡെഫിനേഷൻ വളരെ സിമ്പിൾ ആക്കാം. എങ്ങനെ? ഓസ്മോട്ടിക് പ്രഷർ ദാറ്റ് ഇസ് പൈ ഈസ് ഡിഫൈൻഡ് ആസ് the external pressure that must be applied on the solution side to prevent the osmosis. അല്ലേ, അങ്ങനെയും നിങ്ങൾക്ക് എഴുതാം. കാരണം ഓസ്മോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബാക്കി വരുന്ന കാര്യങ്ങളാ. The flow of solvent molecules from the pure solvent to the solution through a semi-permeable membrane. അപ്പൊ നിങ്ങൾ ഡെഫിനിഷൻ എഴുതുമ്പോ ഇങ്ങനെ ഒരു ഡെഫിനിഷൻ എഴുതാം. അതിനോടൊപ്പം തന്നെ മറ്റൊരു ഡെഫിനിഷനും കൂടി എഴുതി വെക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡെഫിനിഷൻ എഴുതാം പരീക്ഷയ്ക്ക് ചോദിക്കുകയാണെങ്കിൽ. വളരെ സിമ്പിൾ അല്ലേ? കാര്യം മനസ്സിലാക്കാൻ വളരെ ഈസിയാണ്. എന്താണ് ഓസ്മോസിസ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഓസ്മോട്ടിക് പ്രഷർ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടില്ല. ഓസ്മോസിസിനെ ചെറുക്കാൻ വേണ്ടിയിട്ട്, ഓസ്മോസിസിനെ തടയാൻ വേണ്ടിയിട്ട് ആണ് ഈ ഒരു പ്രഷർ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അതായത് ഡിഫറെന്റ് കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ ആവുമ്പോൾ ഉറപ്പായിട്ടും ആരും പറയാതെ തന്നെ അവിടെ ഓസ്മോസിസ് സംഭവിക്കും. ഇഫ് ദേ ആർ സെപ്പറേറ്റഡ് ബൈ മീൻസ് ഓഫ് എ സെമി പെർമെബിൾ മെംബ്രെയിൻ. യാതൊരു തർക്കവും ഇല്ല. അതായത് ഇവിടെ ഈ സോൾവെന്റ് സൈഡിലുള്ള സൊല്യൂഷൻ എന്ന് പറയുന്നത് ദിസ് ഈസ് ഹൈപ്പോട്ടോണിക് ആൻഡ് ദിസ് ഈസ് ഹൈപ്പർട്ടോണിക്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു തന്നിരുന്നതാണ്. അപ്പൊ എല്ലായ്പ്പോഴും എവിടെ നിന്ന് എങ്ങോട്ടാണ് ഈ ഒരു ഓസ്മോസിസ് നടക്കുന്നത്? ഹൈപ്പോട്ടോണിക് സൊല്യൂഷനിൽ നിന്ന് ഹൈപ്പർട്ടോണിക് സൊല്യൂഷനിലേക്കാണ് ഓസ്മോസിസ് നടക്കുക. ഏതുവരെയൊക്കെയാ നടക്കുക? That means that a particular solution attains at an equilibrium, and at equilibrium stage the molar concentrations are equal. Then we can say that the solution changed into an isotonic solution. ഓക്കെ, അപ്പോ രണ്ടെണ്ണത്തിന്റെയും അല്ലെങ്കിൽ രണ്ട് സൊല്യൂഷൻസിന്റെയും, അത് പ്യൂർ സോൾവെന്റ് ആയിക്കോട്ടെ മറ്റൊരു സൊല്യൂഷൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ രണ്ട് ഡിഫറെന്റ് സൊല്യൂഷൻസ് ആയിക്കോട്ടെ, എന്തായിരുന്നാലും അവരുടെ കോൺസെൻട്രേഷൻ ഈക്വൽ ആണെങ്കിൽ, when the two solutions have equal molar concentration, then we can say that solutions are isotonic. Okay, അപ്പോ ഇത് കുറെ കാര്യങ്ങൾ അങ്ങനെ മനസ്സിലാക്കേണ്ടതാണ്. ആൻഡ് ഐസോട്ടോണിക് സൊല്യൂഷന്റെ പ്രത്യേകത എന്താ? മോളാർ കോൺസെൻട്രേഷൻ ഈക്വൽ ആണ് ആൻഡ് ഓൾസോ ദ ഓസ്മോട്ടിക് പ്രഷേഴ്സ് ആർ ഈക്വൽ. അല്ലെങ്കിൽ ഈ ഒരു പ്യുവർ സോൾവെന്റും ഇവിടെ എടുക്കുന്ന സൊല്യൂഷനും തമ്മിൽ കോൺസെൻട്രേഷനിൽ വലിയ കാര്യമായ വ്യത്യാസമൊന്നും ഇല്ലെങ്കിൽ നമുക്ക് കുറച്ച് ഓസ്മോട്ടിക് പ്രഷർ അപ്ലൈ ചെയ്താൽ മതി. കാരണം കുറച്ച് പ്രഷർ അപ്ലൈ ചെയ്യുമ്പോഴേക്കും ഇവിടെ നിന്ന് പാസ് ചെയ്ത സോൾവെന്റ് മോളിക്യൂൾസ് എല്ലാതും ഇവിടേക്ക് വന്നിട്ടുണ്ടാവും. മനസ്സിലായോ? ഇനി കൂടുതൽ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള സൊല്യൂഷൻ ആണെങ്കിൽ വി ഹാവ് ടു അപ്ലൈ മോർ ഓസ്മോട്ടിക് പ്രഷർ. അപ്പൊ ഓസ്മോട്ടിക് പ്രഷറിനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ഞാനിത് മാറ്റാൻ പോവാണ്. ഇനിയും കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് പഠിക്കേണ്ടതുണ്ട്. ഓക്കെ, പൈ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മോളാർ കോൺസെൻട്രേഷൻ.
Okay. And from the experimental studies, it has also been found that pi is directly proportional to temperature. Osmotic pressure എന്ന് പറയുന്നത് ടെമ്പറേച്ചറിനോടും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അല്ലെങ്കിൽ ഓസ്മോട്ടിക് പ്രഷർ മോളാർ കോൺസെൻട്രേഷനോട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആവുന്നത് ഇറ്റ് ഈസ് അറ്റ് എ പർട്ടിക്കുലർ ടെമ്പറേച്ചർ. ദാറ്റ് മീൻസ് അറ്റ് ദാറ്റ് ടൈം ദ ടെമ്പറേച്ചർ ഇസ് കെപ്റ്റ് കോൺസ്റ്റന്റ്. അതുകൊണ്ടാണ് പൈ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടി എന്ന് പറയുന്നത് കേട്ടോ. ഇനി നമുക്ക് എങ്ങനെ എഴുതാം? Pi is directly proportional to Ct. Osmotic pressure is directly proportional to C. The osmotic pressure is directly proportional to T also. Then we can write pi is directly proportional to Ct. That means pi is equal to RCT. Here R is known as the solution constant and its value is similar to universal gas constant. അപ്പൊ നമുക്ക് ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാം. പൈ ഇസ് ഈക്വൽ ടു CRT. CRT. അപ്പോ പൈ എന്ന് പറയുന്നത് പൈ ഇസ് ഓസ്മോട്ടിക് പ്രഷർ, പിന്നെ സി എന്ന് പറയുന്നത് ഇറ്റ്സ് മോളാർ കോൺസെൻട്രേഷൻ. മോളാർ കോൺസെൻട്രേഷൻ. മോളാർ കോൺസെൻട്രേഷന് സി ഇസ് ഈക്വൽ ടു NB ഡിവൈഡഡ് ബൈ V എന്ന് എഴുതാറുണ്ട് അല്ലെ, മൊളാരിറ്റി. ഓക്കെ, അപ്പോ ഇങ്ങനെയും നമ്മൾ അറിയണം കേട്ടാ. സി ഇസ് ഈക്വൽ ടു NB ഡിവൈഡഡ് ബൈ V എന്ന് പറയുന്നത്. ഇനി ആറിന് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നു. ആൻഡ് ഇറ്റ്സ് വാല്യൂ ഈസ് 0.0821 ലിറ്റർ atmosphere Kelvin per mole. Liter atmosphere per Kelvin per mole. R ന്റെ വാല്യൂ 0.0821 ലിറ്റർ atmosphere per Kelvin per mole. Okay, then T is temperature. അപ്പൊ പൈ ഇസ് ഈക്വൽ ടു CRT എന്ന് പറഞ്ഞു കിട്ടി. ഇനിയിപ്പോ നമ്മളൊരു കാര്യം മനസ്സിലാക്കി കഴിഞ്ഞു, സി ഇസ് ഈക്വൽ ടു NB ഡിവൈഡഡ് ബൈ V ആണെന്ന് അല്ലെ. ദാറ്റ് മീൻസ് പൈ ഇസ് ഈക്വൽ ടു NB ഡിവൈഡഡ് ബൈ V ഇൻറ്റു RT. അപ്പൊ ഇനി നമുക്ക് എങ്ങനെ എഴുതാം? പൈ V ഇസ് ഈക്വൽ ടു NB RT. This is a famous equation known as Van Hoff's equation. This equation is known as Van Hoff's equation. That means pi v is equal to NB into RT. ഇത് നമുക്ക് ഏത് ഇക്വേഷനോട് സിമിലാരിറ്റി തോന്നുന്നുണ്ട്? നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും the ideal gas equation PV is equal to nRT. ഓർമ്മയുണ്ടോ? P എന്ന് പറയുന്നത് pressure ആണ്, V is the volume, N is the number of moles, R is the universal gas constant and T is the temperature. Compare ചെയ്യുമ്പോ here pi എന്ന് പറയുന്നത് it is the osmotic pressure, V is the volume, N is the number of moles of the solute, R is the universal gas constant and T is the temperature. അപ്പൊ pi V is equal to NB RT എന്ന് നമുക്ക് കിട്ടി കഴിഞ്ഞു. This is the Van Hoff's equation. ഇനി ഇതിൽ നിന്ന് ഈ ഒരു വാൻ ഹോഫ്സ് ഇക്വേഷനിലൂടെ we can determine the molecular mass of the solute. So how can we determine the molecular mass of the solute from this equation? നമുക്ക് നോക്കാം. ഇത് മാറ്റട്ടെ. ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ? മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. കുറച്ച് കാര്യങ്ങൾ ഈ മോളാർ കോൺസെൻട്രേഷൻ സി എന്ന് പറയുന്നത് NB ഡിവൈഡഡ് ബൈ V ആണെന്നൊന്ന് മനസ്സിലാക്കി എടുക്കണം. അത് നിങ്ങൾക്ക് ഓൾറെഡി പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, അപ്പൊ ഞാനിത് മാറ്റിയാണ് കേട്ടോ. വി നോ ദാറ്റ് പൈ V is equal to NB into RT. Here what is NB? It is the number of moles of the solute. Number of moles of the solute NB is equal to WB divided by MB. Okay. So, we can substitute WB divided by MB for NB into RT.
that is pi v is equal to WB divided by MB RT എന്ന് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. So what is MB? Is WB into RT divided by pi v. This is the expression for calculating the molar mass of the solute. This is very important. ഇത് വെച്ച് നമുക്ക് പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. ഓരോന്നും പഠിക്കുമ്പോൾ നമ്മൾ അത് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കി പോവുക. മോളിക്കുലാർ മാസ് ഓഫ് ദ സൊല്യൂട്ട് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദിസ് ഓസ്മോട്ടിക് പ്രഷർ. ഓസ്മോട്ടിക് പ്രഷർ കൂടുന്നതിനനുസരിച്ച് ദ മോളിക്കുലാർ മാസ് ഓഫ് ദ സൊല്യൂട്ട് എന്ന് പറയുന്നത് കുറയുന്നു. അപ്പൊ മോളിക്കുലാർ മാസ് ഓഫ് ദ സൊല്യൂട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് WB അറിയണം. R അത് കോൺസ്റ്റന്റ് വാല്യൂ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു തന്നു അത് ഏതാണ് അതിന്റെ വാല്യൂ എന്നുള്ളത്. പിന്നെ ടെമ്പറേച്ചർ, നമുക്കൊരു ടെമ്പറേച്ചർ തന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ സാധാരണ റൂം ടെമ്പറേച്ചറിൽ എടുക്കാം. ദെൻ പൈ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഓസ്മോട്ടിക് പ്രഷർ ആൻഡ് V. ഇതിൽ ഏത് വേണമെങ്കിലും നമുക്ക് ചോദിക്കാം കേട്ടോ. അപ്പൊ നിങ്ങൾ ഈ ഒരു എക്സ്പ്രഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഷഫിൾ ചെയ്തിട്ട് നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ ഏതാണോ തന്നിട്ടുള്ളത് അല്ലെങ്കിൽ ഏതിനാണോ ആൻസർ ചെയ്യേണ്ടത് അതിനനുസരിച്ച് ഈ ഇക്വേഷനിൽ നിന്ന് എടുത്തെഴുതാനായിട്ട് അറിയണം. അതായത് ഇപ്പൊ WB ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതണം? MB into pi v divided by RT. ഇങ്ങനെ തിരിച്ച് എഴുതാനൊക്കെ അറിയണം. അപ്പൊ ബേസിക് ആയിട്ട് ഈ ഒരു ഇക്വേഷൻ പഠിച്ചു വെച്ചാൽ മതി. And among the four colligative properties, the most important and the best colligative property is osmotic pressure. എപ്പോഴും നിങ്ങളുടെ മൈൻഡിൽ അത് ഉണ്ടാവണം കേട്ടോ. ഈ ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് നമ്മൾ പഠിക്കുമ്പോൾ ഏറ്റവും നല്ല കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ആയിട്ട് നമ്മൾ കണക്കിലെടുക്കേണ്ടത് ഓസ്മോട്ടിക് പ്രഷറിനെയാണ്. അതിന് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈവൻ അറ്റ് റൂം ടെമ്പറേച്ചർ വി ക്യാൻ കാൽക്കുലേറ്റ് ദി ഓസ്മോട്ടിക് പ്രഷർ. ഇപ്പൊ എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ്, ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ് ഒക്കെ ഉപയോഗിച്ച് നമുക്ക് മോളിക്കുലാർ മാസ് ഓഫ് ദ സൊല്യൂട്ട് കണ്ടുപിടിക്കാം അല്ലെ. നമ്മൾ അതിനൊക്കെ എക്സ്പ്രഷൻ പഠിച്ചിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും മോളിക്കുലാർ മാസ് ഓഫ് ദ സൊല്യൂട്ട് ഈ ഓസ്മോട്ടിക് പ്രഷർ ഉപയോഗിച്ച് കണ്ടുപിടിക്കുന്നതാണ് ഏറ്റവും കൺവീനിയന്റ്. ബയോമോളിക്യൂൾസ് ഒക്കെ ദേ ആർ സ്റ്റേബിൾ അറ്റ് റൂം ടെമ്പറേച്ചർ. ഇനി ടെമ്പറേച്ചർ കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ ഇവരൊക്കെ അൺസ്റ്റേബിൾ ആയിട്ട് മാറും, ഡീനേച്ചേർഡ് ഫോമിലായിട്ട് മാറും. അപ്പോ റൂം ടെമ്പറേച്ചറിൽ ഇവരുടെ മോളിക്കുലാർ മാസ് കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ളത് ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ പോളിമേഴ്സ്, പ്രോട്ടീൻസ്, ഇവരൊക്കെ എന്ന് പറയുന്നത് കാൽക്കുലേഷൻ നടത്തിയപ്പോൾ, അതായത് ഓസ്മോട്ടിക് പ്രഷറിന്റെ കാൽക്കുലേഷൻ നടത്തിയപ്പോൾ ഒരു ലാർജ് വാല്യൂ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. നേരെ മറിച്ച് മറ്റ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസിലൂടെ മെഷർ ചെയ്യുമ്പോൾ വളരെ നെഗ്ലിജിബിൾ വാല്യൂ ആണ് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ തീർത്തും പറയുന്നു ഓസ്മോട്ടിക് പ്രഷറാണ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസിലേക്ക് വെച്ചിട്ട് ഏറ്റവും നല്ല കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്നുള്ളത് കേട്ടോ. ഇത് നിങ്ങൾ ഒരു ആപ്ലിക്കേഷൻ എന്നുള്ള രീതിയിൽ, ഓസ്മോട്ടിക് പ്രഷറിന്റെ ആപ്ലിക്കേഷൻ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് പഠിച്ചു വെക്കാം. എക്സാമിന് ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്. ഓക്കെ, അപ്പോ ഈ ഒരു ക്ലാസ്സിൽ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയില്ലേ? എന്താണ് ഓസ്മോട്ടിക് പ്രഷർ എന്ന് മനസ്സിലായി, പിന്നെ മോളിക്കുലാർ മാസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളത് മനസ്സിലായി, ഓസ്മോട്ടിക് പ്രഷറും മോളിക്കുലാർ മാസും തമ്മിലുള്ള റിലേഷൻ മനസ്സിലായി. ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾസ് ഓഫ് ദ സൊല്യൂട്ട് ആയിട്ട് ഡിപ്പെൻഡ് ചെയ്തു എന്നുള്ളത് മനസ്സിലായി അല്ലെ. അതുകൊണ്ട് ഒരു കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ആണെന്ന് തീർത്തും പറയാം. ശരിയല്ലേ? ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ മനസ്സിലായി കഴിഞ്ഞല്ലോ. ഇനി ഒരു കാര്യം കൂടി നമുക്ക് പഠിക്കാനുണ്ട്. അതും കൂടി പഠിച്ച് നമുക്ക് ഈ സെഷൻ അവസാനിപ്പിക്കാം. അടുത്ത വീഡിയോ ക്ലാസ്സിൽ ഞാൻ ഈ ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ആണ് ചെയ്ത് കാണിക്കാൻ പോകുന്നത്. ഇനി നമുക്ക് ഈ ഒരു ടോപ്പിക്കും കൂടിയാണ് എടുക്കാനുള്ളത്. ടോപ്പിക്കിന്റെ പേരെന്താണ്? റിവേഴ്സ് ഓസ്മോസിസ്. ഓസ്മോസിന്റെ റിവേഴ്സ് ആയിട്ടുള്ളത്. അപ്പൊ ഓസ്മോസിസ് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. എന്താണ് ഓസ്മോസിസ്? ഇറ്റ് ഈസ് ദി ഫ്ലോ ഓഫ് സോൾവെന്റ് മോളിക്യൂൾസ് ഫ്രം ദി പ്യൂർ സോൾവെന്റ് ടു ദി സൊല്യൂഷൻ, or the flow of solvent molecules from a dilute solution to the concentrated solution, or the flow of solvent molecules from its higher concentration to its lower concentration. Okay, ഒരിക്കലും മറക്കരുത് കേട്ടത്. ഓക്കെ, ഇനി റിവേഴ്സ് ഓസ്മോസിസ് അപ്പൊ എന്തായിരിക്കാം? നിങ്ങളൊന്ന് ഊഹിച്ച് പറഞ്ഞു നോക്കിയേ. ഓസ്മോസിന് റിവേഴ്സ് ആയിട്ടുള്ളത്. That means here the direction of the flow of solvent molecules is reversed. അപ്പൊ സോൾവെന്റ് മോളിക്യൂൾസ് റിവേഴ്സ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ നിന്ന് എങ്ങോട്ടായിരിക്കും ഇപ്പോ സോൾവെന്റ് മോളിക്യൂൾസ് പോകുന്നുണ്ടാവുക?
ഫ്രം ദി കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ ടു ദി ഡൈലൂട്ട് സൊല്യൂഷൻ. അപ്പൊ കോൺസെൻട്രേറ്റഡ് സൊല്യൂഷനിൽ നിന്ന് ഡൈലൂട്ട് സൊല്യൂഷനിലേക്ക് ആയിരിക്കും ഫ്ലോ ഓഫ് സോൾവെന്റ് മോളിക്യൂൾസ് നടക്കുക. അതല്ലെങ്കിൽ ഒരു സൊല്യൂഷനിൽ നിന്ന് പ്യുവർ സോൾവെന്റിലേക്കായിരിക്കും സോൾവെന്റ് മോളിക്യൂൾസ് ഫ്ലോ ചെയ്യുക. ഓക്കെ, ഇവിടെ ഒരു ഗ്ലാസ് വെസൽ ആണെന്ന് കൺസിഡർ ചെയ്യുക. ആൻഡ് ദർ ആർ 2 compartments and these 2 compartments are separated by means of a semi permeable membrane. ഇനി സാധാരണ രീതിയിൽ 2 ഡിഫറെന്റ് ആയിട്ടുള്ള കോൺസെൻട്രേഷൻ വരുമ്പോ അവിടെ ഉറപ്പായിട്ടും എന്ത് നടന്നിരിക്കും? ഓസ്മോസിസ് നടക്കും. അപ്പൊ ഓസ്മോസിസ് നടക്കുക എന്ന് പറയുമ്പോ ഫ്രഷ് വാട്ടറിൽ നിന്ന് സോൾട്ട് വാട്ടറിലേക്ക് ആയിരിക്കും സോൾവെന്റിന്റെ ഫ്ലോ ഉണ്ടായിരിക്കുക. ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഒരു ഓസ്മോട്ടിക് പ്രഷർ കൊടുത്താൽ വി കൻ പ്രിവെന്റ് ദ ഫ്ലോ ഓഫ് ദി സോൾവെന്റ് മോളിക്യൂൾസ് ഫ്രം ദിസ് ഫ്രഷ് വാട്ടർ ടു ദി സോൾട്ട് വാട്ടർ. നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. അതാണ് നമ്മൾ കഴിഞ്ഞ ടോപ്പിക്കിലൂടെ പഠിച്ചത്, അല്ലെ? ഇനി ഈ ഓസ്മോട്ടിക് പ്രഷറിനേക്കാളും എക്സസ് ആയിട്ടുള്ള പ്രഷർ നമ്മൾ അപ്ലൈ ചെയ്താൽ എന്ത് സംഭവിക്കുക? സാധാരണ രീതിയിൽ ഈ സോൾവെന്റ് മോളിക്യൂൾസ് സോൾട്ട് വാട്ടറിലേക്ക് പോകുമെന്ന് നമ്മൾ പഠിച്ചു. ഇനി ഈ ഒരു ഓസ്മോട്ടിക് പ്രഷർ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഈ ഒരു സോൾവെന്റിന്റെ ഫ്ലോ എന്ന് പറയുന്നത് ഇവിടെ സ്റ്റോപ്പ് ആവും. ഇനിയും നമ്മൾ പ്രഷർ കൊടുത്താൽ ഇതിലുള്ള സോൾവെന്റ് മോളിക്യൂൾസ് ഈ സെമി പെർമെബിൾ മെംബ്രെയിനിലൂടെ കടന്ന് ഫ്രഷ് വാട്ടറിലേക്ക് വരും. ശരിയല്ലേ? അപ്പോ ഇവിടെ നമ്മൾ എന്ത് കൊടുക്കണം? വി ഹാവ് ടു അപ്ലൈ എ പ്രഷർ മോർ ദാൻ ദി ഓസ്മോട്ടിക് പ്രഷർ. ഇപ്പൊ ഓസ്മോട്ടിക് പ്രഷറിന് ഈക്വൽ ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ സോൾവെന്റ് മോളിക്യൂൾസ് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യില്ല, അവിടെ സ്റ്റോപ്പ് ആവും. അതിനേക്കാളും എക്സസ് ആയിട്ട് കൊടുത്താൽ ഈ സോൾട്ട് വാട്ടറിലുള്ള വാട്ടർ മോളിക്യൂൾസ് സെമി പെർമെബിൾ മെംബ്രെയിനിലൂടെ കടന്ന് ഫ്രഷ് വാട്ടറിലേക്ക് പോകും. ഇതിലുള്ള സോൾവെന്റ് പാർട്ടിക്കിൾസ് മാത്രമേ പോവുള്ളൂ. കാരണം സെമി പെർമെബിൾ മെംബ്രെയിൻ ഇറ്റ് ഓൺലി അലൗസ് ദി പാസേജ് ഓഫ് സോൾവെന്റ് മോളിക്യൂൾസ്. അപ്പോ ഇതില് സോൾട്ട് വാട്ടറില് സോൾട്ടും ഉണ്ടാവും, അല്ലെ? സൊല്യൂട്ട് ആയിട്ട് ഇത് ഇവിടെ കിടക്കും. കംപ്ലീറ്റ് വാട്ടർ ഇതിലേക്ക് ട്രാൻസ്ഫർ ആയിട്ടുണ്ടാവും. സോൾട്ട് വാട്ടർ എന്ന് പറഞ്ഞാൽ അറിയാലോ, ഉപ്പുവെള്ളം. അതായത് ഇപ്പോ ഗൾഫ് കൺട്രീസിൽ അല്ലെങ്കിൽ പുറമേയുള്ള മറ്റ് രാജ്യങ്ങളിലൊക്കെ കൂടുതലും ഈ ഉപ്പുവെള്ളം അല്ലെങ്കിൽ കടലിനോട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് രാജ്യങ്ങളുണ്ട്. അവർക്കൊക്കെ നല്ല ശുദ്ധജലം കുടിക്കണമെങ്കിൽ ഈ ഒരു റിവേഴ്സ് ഓസ്മോസിസ് എന്ന് പറഞ്ഞ ഈ ഒരു പ്രോസസ്സ് ചെയ്താൽ മതി. അങ്ങനെ ചെയ്യുമ്പോൾ എന്താ ഗുണം? സോൾട്ട് വാട്ടറിനെ ഫ്രഷ് വാട്ടർ ആക്കിയിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാം. ദാറ്റ് ഈസ് വൺ ഓഫ് ദ ആപ്ലിക്കേഷൻ ഓഫ് ദിസ് റിവേഴ്സ് ഓസ്മോസിസ്, ദാറ്റ് ഈസ് ഡീസലൈനേഷൻ ഓഫ് വാട്ടർ. സലൈനിറ്റി കുറയ്ക്കുക. സലൈനിറ്റി കുറയ്ക്കുക എന്ന് പറയുമ്പോൾ ഇതിലുള്ള വാട്ടർ മോളിക്യൂൾസ് കംപ്ലീറ്റ് ഫ്രഷ് വാട്ടറിലേക്ക് വന്നുകൊണ്ടിരിക്കും. അപ്പോ ഇവിടെ സോൾട്ട് മാത്രമായിട്ട് മാറും, അല്ല വെള്ളം മുഴുവൻ ഇവിടേക്ക് പോരും. അപ്പോ the direction of osmosis can be reversed if a pressure larger than the osmotic pressure is applied to the solution. അപ്പൊ നമ്മൾ എവിടെയാണ് ഈ പ്രഷർ അപ്ലൈ ചെയ്യുന്നത്? ഇൻ ദ സൊല്യൂഷൻ സൈഡ്. ഇതാണ് സൊല്യൂഷൻ, സോൾട്ട് വാട്ടർ എന്ന് പറയുന്നത്. ഇതാണ് സൊല്യൂഷൻ സൈഡ്, അല്ലെ? ഇവിടെ ഒരു ഓസ്മോട്ടിക് പ്രഷർ ഉണ്ടായിരിക്കും. ഈ ഓസ്മോട്ടിക് പ്രഷറിനേക്കാളും കൂടുതലുള്ള ഒരു പ്രഷർ നമ്മളിവിടെ അപ്ലൈ ചെയ്യണം. അതുകൊണ്ടാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് പ്രഷർ ഗ്രേറ്റർ ദാൻ പൈ എന്ന് പറയുന്നത്. പൈ എന്ന് പറയുന്നത് ഓസ്മോട്ടിക് പ്രഷറാണ്. ഇപ്പൊ കാര്യം മനസ്സിലായിട്ടുണ്ടാവും, അല്ലെ? അപ്പൊ നമ്മളിവിടെ ഒരു പിസ്റ്റൺ ഉപയോഗിച്ച് ഹൈ ഫോഴ്സ് നമ്മളിവിടെ കൊടുക്കുമ്പോ ഇതിലുള്ള സോൾവെന്റ് മോളിക്യൂൾസ്, അതായത് വാട്ടർ മോളിക്യൂൾസ് ഈ സെമി പെർമെബിൾ മെംബ്രെയിനിലൂടെ കടന്ന് ഇവിടെ എത്തിച്ചേരും. അപ്പൊ കാര്യം മനസ്സിലായില്ലേ? അപ്പൊ എന്താണ് റിവേഴ്സ് ഓസ്മോസിസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് അതിന്റെ ഡെഫിനിഷൻ? The direction of osmosis can be reversed if a pressure larger than the osmotic pressure is applied to the solution side. Remember, we are applying the excess pressure on the solution side. And this phenomenon is called reverse osmosis. In application പറഞ്ഞു തന്നു, it is desalination of water. എല്ലാം ക്ലിയർ ആയില്ലേ? ഒരു സംശയമില്ലല്ലോ? അപ്പോ നമുക്കിനി നെക്സ്റ്റ് ക്ലാസ്സില് എന്താണ് ഇന്ന് ഞാൻ പഠിപ്പിച്ചു തന്ന ആ ഒരു എക്സ്പ്രഷനോട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ചെയ്തു നോക്കാം. അപ്പോ ഇന്നത്തെ വീഡിയോ സെഷൻ ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമുക്കിനി നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. സോ താങ്ക് യു ഫോർ വാച്ചിങ്.